വന്യ വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് 40 നോമ്പ് അഥവാ 50 നോമ്പ് അല്ലെങ്കിൽ വലിയ നോമ്പ് എന്നറിയപ്പെടുന്നതായി ഈ നോമ്പ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെയും മഹനീയമായ പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മയെ അനുഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ സഭ അതിനു മുമ്പുള്ളതായ 50 ദിവസങ്ങൾ വിശുദ്ധ നോമ്പായി ക്രമീകരിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പ്രദാനം ചെയ്ത രക്ഷയെ സ്വായത്തമാക്കുവാൻ വേണ്ടി പരിശുദ്ധ സഭ കൽപ്പിച്ച് ക്രമീകരിച്ചിരിക്കുന്നതാണ് 40 നോമ്പ്. സഭ മുഴുവനുമാണ് ഈ നോമ്പ് നോക്കുന്നത്. ഒരു വ്യക്തിയായിട്ടോ ഒരു കുടുംബമായിട്ടോ മാത്രമല്ല, സഭ ഒന്നിച്ച് ദൈവം മുമ്പാകെ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നതായ സന്ദർഭമാണ് 40 നോമ്പിൻ്റെ സന്ദർഭങ്ങൾ. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിന് ലേഖനം എഴുതുമ്പോൾ സകല ക്രിസ്ത്യാനികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, 1-ാം ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ പിടിച്ച് വിഴുങ്ങേണ്ടു എന്ന് തക്കം പാർത്തുകൊണ്ട് നടക്കുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ പിടിച്ച് വിഴുങ്ങേണ്ടു എന്ന് തക്കം തോർത്ത് നടക്കുക. ദുഷ്ടനോടും അവൻ്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചു തന്നിട്ടുള്ളതാണ് പരിശുദ്ധ നോമ്പ്. ശുദ്ധമുള്ള നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടൻ്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നുവെന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നോമ്പ് ദുഷ്ടൻ്റെ മുമ്പാകെ തോൽക്കാത്ത ആയുധമാണ്. പിന്നെയും പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നവൻ മാലാഖമാരോടുകൂടെയാകുന്നു. അവനെ പരിപാലിക്കുന്നവൻ കർത്താവാകയാൽ ദുഷ്ടന് അവനെ തൊടുവാൻ പോലും സാധിക്കുകയില്ല. നോമ്പ് നോക്കുന്നവൻ മാലാഖമാരോടൊപ്പമാകുന്നു. അവനെ പരിപാലിക്കുന്നവൻ കർത്താവാകയാൽ ദുഷ്ടന് അവനെ തൊടുവാൻ പോലും സാധ്യമല്ല. ദൈവസന്നിധിയിലേക്ക് പാപികളായ മനുഷ്യർ ഉയർത്തപ്പെടുന്നതാണ് പരിശുദ്ധ നോമ്പ്. ഈ നോമ്പ് ഭംഗിയായി അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയോടുകൂടി നോമ്പിൻ്റെ മറ്റുള്ള ദിവസങ്ങളെക്കാളൊക്കെയുള്ള പ്രത്യേകത, വേദവായനകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം. നമ്മുടെ ഈ എവങ്കലിയോൻ പുസ്തകത്തിൽ പകുതിയിൽ കൂടുതൽ ഭാഗങ്ങൾ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ വായിക്കുവാനായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കൂടുതൽ പ്രാർത്ഥനകൾക്കായിട്ട് സമയം ചെലവഴിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നു. ഭക്ഷ്യവസ്തുക്കൾ ചിലതൊക്കെ ഉപേക്ഷിക്കുന്നു. ചിലർ കൂടുതൽ സമയങ്ങൾ ഉപവാസം എടുക്കുന്നു. ആ ഉപവാസവും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നോമ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് മനുഷ്യൻ പരിശീലിക്കുന്നു. നോമ്പിൻ്റെ പ്രയോജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടും ഉപവാസത്തോടും ധ്യാനത്തോടും ദാനധർമ്മങ്ങൾ ചെയ്തും ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കണം. ഈ പരിശുദ്ധ നോമ്പിൻ്റെ വലിയ സന്ദേശം തന്നെ രൂപാന്തരപ്പെടുവീൻ എന്നുള്ളതാണ്. ഓരോ ഞായറാഴ്ചകളിലും കർത്താവ് പ്രവർത്തിച്ച് ഓരോ അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് നാം അനുസ്മരിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായി ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ തന്നെ നാം വായിക്കുന്ന വിശുദ്ധ വേദഭാഗം ഗലീലായിലെ കൊത്നി പട്ടണത്തിൽ വെച്ച് 3-ാം ദിവസം ഗലീലായിലെ കൊത്നി പട്ടണത്തിൽ ഒരു കല്യാണ വിരുന്നുണ്ടായിരുന്നു. ആ കല്യാണ വിരുന്നിൽ കർത്താവും ദൈവമാതാവും പരിശുദ്ധ ശിഷ്യന്മാരുമൊക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വെച്ച് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുത സംഭവമാണ് നാം വായിച്ചു കേട്ടത്. യഹൂദന്മാരുടെ കല്യാണങ്ങൾ, ആ വെഡ്ഡിങ് ഫീസ്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ദ ഫീസ്റ്റ് ഓഫ് എ റീജൻ, എ വില്ലേജ്. അവർ താമസിച്ചിരുന്ന ആ പ്രദേശത്തെ, ആ ഗ്രാമപ്രദേശമാണെങ്കിലും ആ ഒരു വില്ലേജ് ആണെങ്കിലും അവിടെയുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ ആഘോഷമായിരുന്നു കല്യാണ വിരുന്നെന്ന് പറഞ്ഞാൽ. വളരെ ആഘോഷമായിട്ടാണ് യഹൂദന്മാർ നടത്തിക്കൊണ്ടിരുന്നത്. 1 വർഷത്തിന് മുമ്പ് തന്നെ കല്യാണ നിശ്ചയമൊക്കെ കഴിയും, ബിട്രോത്തൽ കഴിയും. അത് കഴിഞ്ഞിട്ട്
മണവാളനും മണവാട്ടിയും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു. അതിനിടയ്ക്ക് ചില ചടങ്ങുകളൊക്കെ നടക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിൻ്റെ ചടങ്ങ് തന്നെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നതായ ചടങ്ങുകളാണ്. ആ ചടങ്ങിൽ മണവാട്ടിയെ വളരെ ആഘോഷത്തോടുകൂടി ഒരുക്കി, മനോഹരമായി ഒരുക്കി, മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിച്ച് അവളെ മണവാളിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. ശലോമോൻ രാജാവ് ഉത്തമഗീതത്തിൽ പാടുന്ന തൻ്റെ മരുഭൂമിയിൽ തൻ്റെ പ്രിയൻ്റെ തോളിൽ ചാരി വരുന്നോ ഇവൾ ആർ എന്ന് പറയുന്നതായ പാട്ടുകൾ, ഉത്തമഗീതത്തിലെ പാട്ടുകളൊക്കെ ഈ കല്യാണ സമയത്ത് പാടുന്നതായ പാട്ടുകളായിരുന്നു. ആ പാട്ടുകളൊക്കെ പാടി മണവാട്ടിയെ കൊണ്ടുവരും. വലിയ ആഘോഷമായിട്ട് ആ വിവാഹ വിരുന്നുകൾ നടക്കുമായിരുന്നു. ഇന്നും നമ്മൾ ചില അവസരങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമ്മളുടെ വിവാഹ വിരുന്നുകളെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചു നോക്കേണ്ടതാണ്. അത് പഴയ കാലത്തുള്ള ആചാരമായിരുന്നു, അനുഷ്ഠാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ വരുമ്പോൾ അത് അതിരി കവിഞ്ഞു പോകാറുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ആർഭാടവും ആവശ്യത്തിൽ കൂടുതൽ ധൂർത്തും വിവാഹത്തിന് കാണിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് പൊതുവെ നാം കാണുന്നത്. അത് മണവാളൻ്റെയും മണവാട്ടിയുടെയും ഒരുക്കത്തിനും വസ്ത്രത്തിനും അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമല്ല, സദ്യ ഒരുക്കി നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ട് 500 പേരുടെ സദ്യയ്ക്ക് പകരം 1000 പേരുടെ സദ്യ ഉണ്ടാക്കുകയും കുറേ സാധനങ്ങൾ വേസ്റ്റാക്കി കളയും ഒക്കെ ചെയ്യുന്ന പതിവുകൾ ഇന്നത്തെ വിവാഹത്തിനുമൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ധൂർത്തും ആർഭാടവുമല്ല, ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും നിറഞ്ഞതായിരിക്കണം നമ്മളുടെ വിവാഹങ്ങൾ. ഇവിടെ കർത്താവ് കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അവർക്ക് വീഞ്ഞില്ല എന്ന് ബോധ്യമാകുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവർക്ക് വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് മാതാവ് വന്നവൻ്റെ അടുക്കൽ ആ കാര്യം ഉണർത്തിക്കുമ്പോൾ തന്നെ കർത്താവ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നമുക്കെന്താ ഇതിനകത്ത് കാര്യമെന്ന് പറയുന്നു. പക്ഷേ വേലക്കാരുടെ അടുത്ത് കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ പറയുന്നു, എന്നിട്ട് കോരിയെടുത്ത് കൊടുക്കുവാൻ പറയുന്നു. ആ വെള്ളത്തെ അത്ഭുതകരമായി വീഞ്ഞാക്കി മാറ്റുവാനായിട്ട് കർത്താവിന് സാധിച്ചു. അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് കർത്താവ്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ സാധിക്കുന്നവന് വിശുദ്ധ കാസായിലെ വീഞ്ഞിനെ തിരുരക്തമായി മാറ്റുവാനും ഉള്ളതായ ശക്തിയുള്ളവനാണ്. അലക്സാന്ദ്രിയയിലെ കൂറിലോസ് എന്ന് പറയുന്ന സഭാപിതാവ് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവാണ്. 444 അദ്ദേഹം നിര്യാതനായി. വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസ് എന്ന് പറയുന്ന ആ കൂറിലോസാണ് ആ സഭാപിതാവ്. അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു വാക്കാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ സാധിച്ചവന്, ഭരണിയിലെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ സാധിച്ചവന് കാസായിലെ വീഞ്ഞിനെ തിരുരക്തമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതൊരിക്കൽ മാത്രം സംഭവിച്ച അത്ഭുതമല്ല, നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ അത്ഭുതമാണ്. നാം നോക്കുന്ന ഉടനെ മുന്തിരി രസത്തിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് മുന്തിരി രസം ഉണ്ടാക്കുവാൻ കർത്താവിന് സാധിക്കുന്നത് മാത്രമല്ല, അവൻ പ്രകൃതിയിൽ ചെയ്യുന്നതായ അത്ഭുതങ്ങളെ ഓർക്കുവാനായിട്ട് സാധിക്കണം. ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്ന് നടുന്നു, ആ മുന്തിരി വള്ളിയിൽ മുളകൾ ഉണ്ടാകുന്നു, ആ മുളകളിൽ ശിഖരങ്ങൾ ഉണ്ടാകുന്നു, ആ ശിഖരങ്ങളിൽ മുന്തിരിക്കുലകൾ ഉണ്ടാകുന്നു, ആ മുന്തിരിക്കുലകൾ ഭാഗമായി പഴുത്ത് പറിച്ചെടുത്ത് അത് പിഴിഞ്ഞ് മുന്തിരിച്ചാറുണ്ടാക്കുന്നു, ആ മുന്തിരിച്ചാറിനെ വീഞ്ഞാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നു. നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതം. അത് പ്രകൃതിയിൽ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ നാം അറിയാതെ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം, ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നവനായ ദൈവം, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. കാനാവിലെ കല്യാണ വിരുന്നിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇന്നലെ രാത്രി ഭംഗിയായി ദൈവസന്നിധിയിൽ നമുക്ക് ഉറങ്ങുവാനായിട്ട് സാധിച്ചു. രാവിലെ സുബോധത്തോടുകൂടി എഴുന്നേൽക്കുവാനായിട്ട് സാധിച്ചു. അത്ഭുതമാണ്, ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതമാണ്. രാവിലെ സുബോധത്തോടുകൂടി എഴുന്നേൽക്കുവാനായിട്ട് സാധിച്ചു. എന്നിട്ട്
കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ പോകേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നുള്ള ദിശ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ബോധത്തോടുകൂടി മനസ്സിൻ്റെ സ്ഥിരതയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. ആ പ്രസംഗം കേട്ട് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഓരോ പ്രവൃത്തികളും നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണ്. സുബോധത്തോടുകൂടി അത് നിവർത്തിക്കുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കിയത് മാത്രമല്ല, ഓരോ ദിവസവും അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നിരന്തരമായി അത്ഭുതം ഈ വിശുദ്ധ ത്രോണോസിൽ നടക്കുകയാണ്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ വീഞ്ഞിനെ തിരുരക്തമാക്കി മാറ്റുകയാണ്. ആ വലിയ അത്ഭുത സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുവാനും നമ്മളുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നന്ദിയോടെ അവനെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം. വാത്സല്യമുള്ളവരെ, ഈ പരിശുദ്ധ നോമ്പിൻ്റെ ആരംഭം അനുഗ്രഹകരമായിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ഈ നോമ്പ് ആരംഭിക്കുന്ന 40 നോമ്പിൻ്റെ പ്രത്യേകമായ പുർമിയോനും സദറകളുമൊക്കെ ഉണ്ട്. ഇന്നലെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന നോമ്പ് ആരംഭിക്കുന്ന ഉടനെ നടത്തുന്നതായ ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥനയാണ്. ഇന്നലെ സന്ധ്യയ്ക്ക്, അതായത് ഞായറാഴ്ച സന്ധ്യത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, പരിശുദ്ധ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. അനന്തകരമായ നിൻ്റെ പെസഹായിലേക്കും പ്രവേശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവത്തിൻ്റെ പെസഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ നോമ്പിൽ ആരംഭിക്കുന്നത്. നോമ്പിൻ്റെ ആരംഭത്തിൽ തന്നെ നാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ആനന്ദകരമായ നിൻ്റെ പെസഹയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ. കർത്താവിൻ്റെ പെസഹായിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്കിടയാക്കണം. അതിന് തക്കവണ്ണം പരിശുദ്ധ നോമ്പിൽ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പിൻ്റെ ആരംഭം അനുഗ്രഹകരമായിരിക്കട്ടെ. ഇതിൻ്റെ അവസാനവും അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.